മഴക്കാലമാണെങ്കിലും മഴയൊക്കെ മാറി നിന്നിട്ടിപ്പോൾ കുറച്ച് ദിവസങ്ങളായില്ലേ. വളരെ കൂടുതൽ മഴ പെയ്താൽ നമ്മളെ ചെടികളും അതുപോലെ തൈകളും ഒക്കെ നശിച്ചു പോകുന്നുണ്ട്. മഴയില്ലാത്ത തെളിഞ്ഞ അന്തരീക്ഷമുള്ള ഒരു പകലിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. കാലിച്ചായൊക്കെ നേരത്തെ കൂട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഒരടുപ്പിൽ ചോറും മറ്റേ അടുപ്പിൽ കറി വെക്കാനായിട്ട് പരിപ്പാണെന്ന് എടുത്തിട്ടുള്ളത്. പരിപ്പിലേക്ക് നമ്മൾ കക്കരിക്കയും തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം ചേർത്തതിന് ശേഷം ഉപ്പും ചേർത്ത് മൊത്തത്തിൽ വിസിലടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നമ്മൾ അരച്ചിട്ട് പേസ്റ്റാക്കി ഇതുപോലെ ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറാണ്. അതുകൊണ്ട് കറി ഉണ്ടാക്കുന്ന സമയത്തായാലും മീൻ പൊരിക്കുന്ന സമയത്തായാലും ഒക്കെ നമുക്ക് വളരെ ഈസിയാണ്. കുറച്ച് ജീരകം പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. അതിനുശേഷം വെള്ളം ഒഴിച്ച് കുക്കർ നന്നായി അടച്ചതിന് ശേഷം ഒരു വിസിൽ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരടുപ്പിൽ കറിയും ഒരടുപ്പിൽ ചോറൊക്കെ വെച്ച് ഞാൻ പിന്നെ എൻ്റെ മുറ്റടിക്കാൻ വേണ്ടി പോവാണ്. മഴയുള്ളപ്പോഴത്തെ പോലെ അല്ല കേട്ടോ, മുറ്റമൊക്കെ നല്ല വൃത്തിയായി കിടക്കുന്നുണ്ട്. അടിച്ചു വരാൻ തന്നെ നമുക്ക് നല്ലൊരു സുഖമാണ് മുറ്റം ഉണങ്ങി കിടക്കുന്ന സമയത്ത്. കുട്ടു ഇബ്രോ ഒക്കെ ഇവിടെ വായിലൊക്കെ ഇങ്ങനെ നിൽക്കണം കേട്ടോ. ഞാൻ ഓരോ ജോലികൾ ചെയ്യുമ്പോഴും അവരിങ്ങനെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കും. ഏറ്റവും കൂടുതൽ സമയം എനിക്ക് മുറ്റടിച്ച് വരാൻ പിടിക്കൂട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെടികളുടെ പഴുത്ത ഇലയും ഉണങ്ങിയ ഇലയും അതുപോലെ താഴെ ചെടികളുടെ ഇടയിലൊക്കെ വീണ ഇലയൊക്കെ വൃത്തിയാക്കിയിട്ടാണ് ഞാൻ അടിച്ചു വാരുക. എനിക്ക് അടിച്ചു വാരി കഴിഞ്ഞാൽ ആ ഒരു ഭാഗം അത്രയും ഭംഗിയായിട്ട് ഇങ്ങനെ കാണണം, ഇതുപോലെ നീറ്റായി കാണണം. പിന്നെ ഒരു പഴയ മഫൊക്കെ എടുത്തിട്ട് ചളി എന്തെങ്കിലും ഉണ്ടായ ഭാഗത്ത് ഞാൻ തുടക്കുകയും ചെയ്യും. അതുകൊണ്ട് മുറ്റം നല്ല പോലെ വൃത്തിയാക്കുന്നത് കാരണം നമുക്ക് വീടിനകത്ത് ഒട്ടും ചളി ഉണ്ടാവില്ല കേട്ടോ. ഫുള്ളായിട്ട് മുറ്റം ക്ലീനിങ്ങും കഴിഞ്ഞ് വീണ്ടും ഞാൻ കിച്ചണിലെത്തി. എൻ്റെ പരിപ്പ് കറി വറവിടാൻ വേണ്ടിയിട്ട് കടുകും കറിവേപ്പിലയും ഇട്ട് പൊട്ടിക്കുകയാണ്. പൊട്ടി കഴിഞ്ഞ ശേഷം ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂണ് സാമ്പാർ പൊടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കുന്നുണ്ട്. ആ ഒരു എണ്ണയിലിട്ടോ. കൂടുതൽ തീ ചൂടാവാതെ ശ്രദ്ധിക്കുക, അത് കരിയാതെ നല്ലൊരു ബ്രൗൺ കളറ് വരുന്ന സമയത്ത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണോ പരിപ്പ് കറി വെക്കുക എന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. നമുക്ക് സാമ്പാറിൻ്റെ ഒരു രുചിയും കിട്ടും ഇതിന്. ഇനി ഞാൻ ദോശ ഉണ്ടാക്കുന്നത് കേട്ടോ. മൈദപ്പൊടിയും അതുപോലെ അരിപ്പൊടിയും കൂടെ മിക്സ് ആക്കിയിട്ട് ഞാൻ ഈ ഒരു രീതിയിൽ ദോശ ഉണ്ടാക്കുന്നുണ്ട്. തലേന്ന് രാത്രി ഈസ്റ്റ് ചേർത്ത് ഞാൻ നന്നായി ലൂസാക്കിയിട്ട് മാവാക്കി വെച്ചതായിരുന്നു കേട്ടോ. അത് രാവിലെ എടുത്ത് ഇതുപോലെ ഈ പരന്നൊരു ചട്ടി വേണം നമുക്കത് ചുട്ടെടുക്കാൻ. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ തേങ്ങ നന്നായി അരച്ചതിൽ ചേർത്ത് കൊടുക്കണം. നല്ല ടേസ്റ്റോടെ കഴിക്കാൻ പറ്റിയൊരു ദോശയാണ് കേട്ടോ. അരിപ്പൊടി നമ്മൾ വളരെ കുറച്ച് യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ചായയൊക്കെ റെഡി ആയി കഴിഞ്ഞു. ഇനി കുടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിട്ടുണ്ട്. പിന്നീട് ചായ കൂടി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ കുറച്ച് നമുക്ക് തൊടിയുള്ളെങ്കിലും അവിടെ വെജിറ്റബിളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വള്ളിയായിട്ട് ഇതുപോലെ കയറാൻ തുടങ്ങി. മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ചിരട്ടയിൽ മുളപ്പിച്ച ആ ഒരു വിത്താണ്. ഈ ഒരു ഭാഗത്ത് അമ്പഴം അതുപോലെ ബേറാപ്പിൾ ഒക്കെ നട്ടിട്ടുണ്ട് ഞാൻ. രാവിലത്തെ ആ ഒരു നനവ് ഓലയിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇത് നമ്മുടെ വിയറ്റ്നാം ഏളി പ്ലാവാണിത്. ഇത് നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. ഇത് ബേറാപ്പിളാണ് കേട്ടോ. എലന്തപ്പഴം എന്നൊക്കെ പറയുന്ന ആ ഫ്രൂട്ടാണ്.
ഇവിടെയും ഞാൻ മുരിങ്ങ വളർത്തുന്നുണ്ട്. അപ്പോൾ മുരിങ്ങ ഇന്ന് 2 ഭാഗത്തും തെളുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇത് റംബൂട്ടാൻ്റെ വലിയ പ്ലാന്റാണ്. ചെറിയ പ്ലാന്റ് അപ്പുറത്തുണ്ട് നമുക്ക്, എന്നാലും വലുതും ഒന്നുകൂടെ വെച്ചിട്ടുണ്ട്. ഇവിടെ നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന കാരണം എല്ലാ പ്ലാന്റുകളും തൈകളായാലും ഒക്കെ നല്ല ഉഷാറായിട്ട് വളരുന്നുണ്ട്. അപ്പം നമ്മുടെ പുറത്തത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വീടിനകം ക്ലീനാക്കാൻ വന്നിട്ടുണ്ട്. അകം ക്ലീനാക്കാൻ കൂടുതലൊന്നും പണികളുണ്ടാവുമല്ലോ കേട്ടോ. ജസ്റ്റ് സോഫയുടെ തലേണയൊക്കെ ഒന്ന് നേരെ വെക്കാനും ഒക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ അടിച്ചു വാരാനൊന്നും ഇന്ന് ഇല്ല. അതുകൊണ്ട് മഫ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തുടക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ മഴയായ കാരണം വരാന്തയിൽ കുട്ടികൾ ഇരിക്കാറില്ല. കാരണം ചൂടുള്ള സമയത്തായിരുന്നു പുറത്ത് ഇതുപോലെ വരാന്തയിലൊക്കെ വന്ന് ഇരുന്നിന്ന്. ഇപ്പോൾ എല്ലാവരും അകത്ത് തന്നെയാണ്. എല്ലാ ടൈമിലും അകത്തിരുന്നിട്ടാണ് അവർ പഠിക്കായാലും കളിക്കായാലും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ വെയിൽ കൂടുതൽ നേരമൊന്നും നിന്നില്ല കേട്ടോ. മഴ ചെറുതായിട്ട് ഇങ്ങനെ പാറാൻ തുടങ്ങി. ചെമ്പരത്തിപ്പൂക്കളിലൊക്കെ മഴത്തുള്ളികൾ വന്ന് വീഴുന്നുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുറച്ച് മാണ്ടവില്ല പൂ വിരിഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ മഴ സ്പീഡ് കൂടി വരികയാണ്. നല്ല മഴ പെയ്യുന്നുണ്ട്. മഴയ്ക്ക് മുന്നോടിയായിട്ടുള്ള കാറ്റാണ് നമ്മുടെ മുറ്റമൊക്കെ കച്ചറ നിറക്കുക. അങ്ങനെയൊക്കെ ആണെങ്കിലും മഴ പെയ്യുമ്പോൾ നമുക്ക് പുറത്ത് കാണാനൊരു ഭംഗിയുണ്ട്. ആ ഒരു മഴയും കുളിരും ഒക്കെ. ഇവിടെ ഒട്ടും ചൂടില്ലാത്തൊരു ഏരിയയാണ് കേട്ടോ. ഈ ഒരു ഭാഗത്താണ് ഞാൻ കലാത്തിയ ചെടികളുടെ സ്റ്റാൻഡ് സെറ്റാക്കിയിട്ടുള്ളത്. അതിനുശേഷം എൻ്റെ കലാത്തിയ ചെടികൾ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ട്. നല്ല മഴയാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് മഴ ഓവറായിട്ട് പെയ്താൽ വെള്ളമൊക്കെ നിൽക്കും. നല്ല പേടിയാണ്. നമ്മൾ തെങ്ങൊക്കെ വെച്ച് റെഡി ആവുന്നുള്ളൂ. അതുപോലെ ആപ്പിൾ മരമാണത്. ആപ്പിൾ എല്ലായിടത്തും കായ്ക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പം നല്ല രീതിയിൽ തളിരിലകളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ നട്ടതിന് ശേഷം ആപ്പിൾ നല്ല രീതിയിൽ ബുഷിയാവുന്നുണ്ട്. ഇനി മുകളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കുറച്ച് ദിവസം മുമ്പാണ് ഞാൻ ആപ്പിൾ കായ്ച്ച ഒരു വീഡിയോ ഒരു വീട്ടമ്മ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കണ്ടത്. അതുപോലെ ബനാന സപ്പോട്ടയാണിത്. ഇതും കായ്ച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു മുരിങ്ങ മരമുണ്ട്. അപ്പോൾ അതിലുള്ള ഇലകളും ഇന്ന് പൊട്ടിച്ചെടുത്ത് ഇന്ന് മുരിങ്ങാത്തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ മുരിങ്ങ പൊട്ടിച്ചെടുക്കുകയാണ്. ഇന്ന് മുരിങ്ങയുടെ തളിരില കൊണ്ടുള്ള തോരനും അതുപോലെ പരിപ്പ് കറിയൊക്കെയാണ്. ഇനി ബാക്കിയുള്ള ഇലകൾ അപ്പുറത്തും ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ കോവലും വഴുതനയൊക്കെ നട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ കോവലിൻ്റെ ലീഫ് ഞാൻ ഇതിലേക്ക് കുറച്ച് ചേർക്കുന്നുണ്ട്. ഇതും അതുപോലെ മഴ വല്ലാതെ ഈ ഒരു വള്ളിയെ ബുദ്ധിമുട്ടിക്കും. എന്നാലും ഈ ഒരു ഭാഗത്ത് ഇത് പടർന്നു കഴിഞ്ഞാൽ എനിക്കവിടെ വെയിലിന് കുറച്ച് കുറവും ഉണ്ടാവും. നമുക്ക് കോവൽ എപ്പോഴും നല്ലൊരു ടേസ്റ്റിയാണല്ലോ കോവലിൻ്റെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയാൽ. പിന്നെ ഞാനിവിടെ പുതിയൊരു കറിവേപ്പ് തൈ നട്ടിട്ടുണ്ട്. പിന്നെ ഇത് വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചീരച്ചേമ്പാണ് കേട്ടോ. പിന്നെ നമ്മുടെ രമ്പ ലീഫ് അതൊക്കെ ഈ ഒരു ഭാഗത്ത് നട്ട് വളർത്തുന്നുണ്ട് ഞാൻ. അങ്ങനെയുള്ള ഓരോരോ ജോലികളൊക്കെ കഴിഞ്ഞു. ഇനി 11 മണിയാകുമ്പോൾ ഞങ്ങൾക്കൊരു ചായ ഉണ്ട്. അപ്പോൾ അതിലേക്ക് കോഴിമുട്ട പുഴുങ്ങിയതും ചായ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓരോ കോഴിമുട്ട നമ്മൾ പുഴുങ്ങാനിട്ടിട്ടുണ്ട്. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ കാണിച്ച ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ കമൻറ്റ് മടി കൂടാതെ ഒന്ന് എഴുതിയിടുക. പിന്നെ ഉണ്ടല്ലോ, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാ പ്രിയമുള്ളവർക്കും നന്ദി, നമസ്കാരം.